ഇവിടെ ഇപ്പോൾ തെയ്യക്കാലമാണ് കേട്ടോ. ഞാനും ഉണ്ണി ഇന്നൊരു തെയ്യം കാണാൻ പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിനിടയിൽ ഉണ്ണി വന്ന് പരിഭവം പറയാണ് അവളുടെ സാധനങ്ങൾ എന്തോ നഷ്ടപ്പെട്ടു എന്ന്. എന്തു പറയാനേ, ഇവർക്ക് എന്ത് സാധനത്തിനും ഞാൻ തന്നെ എത്തണം. എൻ്റെ കൈയെത്താതെ ഇവർക്ക് ഒരു സാധനം കിട്ടൂല. അതാണ് കേട്ടോ അവസ്ഥ. അങ്ങനെ ഓടിച്ചാടി ഞങ്ങൾ റെഡിയായി ഇതേ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ കളത്തിൽ മുമ്പ് വീട്ടിലൊരു നായ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. തെരുവ് നായയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പരിപാടിയാണ് എൻ്റെ കളത്തിൽ കാണുന്നതൊക്കെ. എത്ര ഓടിക്കാൻ നോക്കിയിട്ടും ആള് പോകുന്നില്ല. ആൾക്ക് ഇവിടെ അല്ലാണ്ടൊക്കെ പിടിച്ചും തോന്നുന്നു. പിന്നെ മുതിർന്ന ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്ന നായേനെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ. അതെന്തോ ദുഷകരമാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കോളംകുളം. നമ്മളെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമല്ല, കുറച്ചടുത്ത് തന്നെയാണ്. ഇവിടെയാണ് തെയ്യം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് ഇവിടെ അവസാനമാണ് കേട്ടോ തെയ്യം. ഇതേ കോളംകുളം കോണത്ത് തറവാട്ടിലേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. ഇന്ന് അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല തിരക്കായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ 75 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കളിയാട്ട മഹോത്സവമാണ്. അതിൻ്റേതായിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ തറവാട്. കളിയാട്ടത്തിൻ്റെ ആദ്യ ദിവസം തൊട്ട് ഇവിടെ വരണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ സാഹചര്യം എന്ത് ചെയ്യാനായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം അവിടെ തെയ്യം കണ്ടതിന് ശേഷം ഞാനും ചേച്ചിയും ഉണ്ണിയും കൂടിയിട്ട് ഫുഡ് കഴിക്കാനുള്ള ക്യൂവിൽ നിന്നു. ഞങ്ങൾ പിറകിൽ കാണുന്ന വലിയൊരു ക്യൂ ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മുൻപിലോട്ട് നോക്കിയാലോ അതെ ഇവിടെയും വലിയൊരു ക്യൂ ആണ് കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അല്ലെങ്കിൽ അന്നപ്രസാദത്തിന് ഒരു പ്രത്യേക രുചിയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തെയ്യം കാണാൻ വേണ്ടി വന്നു. മനം നിറഞ്ഞ് അവിടെ നിന്ന് തെയ്യങ്ങൾ ഓരോന്നായി കാണാൻ സാധിച്ചു. അനുഗ്രഹവും വാങ്ങാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അവിടെ നിന്ന് വിട്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോയേ പറ്റുള്ളൂ അല്ലേ. കുറേ നേരം അവിടെ ഇരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, തീരുന്നത് വരെ. അങ്ങനെ ആകാശത്താണെങ്കിൽ കാർമേഘങ്ങളുണ്ട്. ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ്. അവസാന ദിവസം ആയതുകൊണ്ടും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. ഭക്തി സാന്ദ്രമായിരുന്നു ആ ഒരു അന്തരീക്ഷം മുഴുവൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.